ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജോർദാൻ രാജ്യത്തെ മദ്ബയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് നിബോ എന്ന പർവ്വതം ലോക ചരിത്രത്തിലെയും ആത്മീയ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ബൈബിൾ പ്രകാരം ഇസ്രായേൽ ജനതയെ 40 വർഷം മരുഭൂമിയിലൂടെ നയിച്ച മോശ പ്രവാചകൻ വാഗ്ദത്ത നാടായ കാനാൻ ദേശം ആദ്യമായി കണ്ടത് ഇവിടെ നിന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന് ആ ദേശത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചില്ല. മൗണ്ട് നെബോയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ജോർദാൻ താഴ്വരയും ജെറീക്കോ നഗരവും വ്യക്തമായ കാലാവസ്ഥയിൽ ജെറുസലേം വരെ പോലും കാണാൻ സാധിക്കുന്നതാണ്. ഈ കാഴ്ച തന്നെയാണ് ഈ സ്ഥലത്തെ അത്രമേൽ പ്രത്യേകതമാക്കുന്നത്. ഇപ്പോൾ നാം ഈ കാണുന്നത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 2000-ൽ ഇവിടം സന്ദർശിച്ച സമയത്ത് മോശപ്രവാചകൻ്റെ രൂപങ്ങൾ പല രീതിയിൽ ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നതാണ്. ഇത് സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ തേനും പാലും ഒഴുകുന്ന ആ ഒരു കാനാൻ ദേശം ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അപ്പോൾ അങ്ങ് ദൂരെ ആ കാണുന്ന ആ ഒരു പച്ചപ്പുണ്ടല്ലോ, ഈ അടുത്തല്ല, അങ്ങ് ദൂരെയായിട്ട് നമ്മൾ ഈ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അതാണ് ഇസ്രായേൽ മക്കൾ വെള്ളത്തിന് വേണ്ടി മരുഭൂമിയിൽ വെച്ച് ദാഹിച്ചപ്പോഴത്തേക്ക് മോശ ഈശോയോട് ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ദൂരെ കാണുന്ന പാറ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടത്തേക്ക് നിൻ്റെ കയ്യിലുള്ള വടി നീട്ടുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ ദേഷ്യം കൊണ്ട് മോശ അവിടെ അടിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് മതി വരുവോളം വെള്ളം, ഇസ്രായേൽ മക്കൾക്ക് കുടിക്കത്തക്ക വെള്ളം അവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മോശ ഈ മൗണ്ട് നിബോയിൽ മരണപ്പെടുകയാണ്. അതിനുശേഷം ജോഷുവ പ്രവാചകനാണ് മുന്നോട്ട് ഇസ്രായേൽ മക്കളെ നയിച്ചത്. മോശ അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്രപ്രധാനമായ പള്ളയുടെയും പിത്തള സർപ്പത്തിൻ്റെയും വിശേഷം നിങ്ങൾക്കായി അടുത്ത വീഡിയോയിൽ. താങ്ക്